हे गाइस वेलकम बैक टू आवर चैनल। तो हम आ गए वापस मूवी के एक और नए पार्ट के साथ। और यार हम लोगों ने पिछले पार्ट में देखा कि कैसे जो मोहन लाल की फैमिली है वो बिल्कुल तबाह होगी। वेंस की फैमिली लाइक उनका जो बेटा मतलब कि दबाया है उन्होंने अपने खुद उसकी गाड़ी में मिला है उसका बेटा। तो सोचो कितना बुरा हो सकता है एक बाप के बट लिए। हम अभी भी कंफर्म नहीं है जब तक हमें कोई लाश नहीं मिलती है कोई प्रूफ नहीं मिलता। वही एक्चुअली उसको उसका वॉलेट तो मिला है बट हम पूरे श्योर नहीं हैं कि उसको वही उसका ही बेटा था कि नहीं था। वही तो देखते हैं कि क्या होने वाला है। सो फिर आप भी देखिए हम भी देखते हैं। लेट्स स्टार्ट। यार इसकी तो ये खुद को मार रहा है तो ऑब्वियसली ओ यार अब ये ला उसको समझ ही नहीं आ रहा यार। प्रोसेस ही नहीं कर पा रहा है। अच्छा यार अपने घर पे अपनी बीवी को अपनी बेटी को कैसे बताया। എന്താ ഇത് മഴ മൊത്തം നനഞ്ഞ് ഇതൊക്കെ ആർക്ക് വേണ്ടിയാ ശ്ശോ, यार वो कैसे और वो बता भी അവനെ नहीं കാണാണ്ട് रहा। ഹോസ്റ്റലിൽ പോയിരുന്നോ? बता दे यार प्लीज बता दे यार। एक ना जो औरत होती है वो तभी बता देती है। एक आदमी नहीं बताता है भाई। वो घुट घुट के मर रहा है बेचारा। അതെ ബെൻസേ, നാളെ ഞാൻ കൂടി വരാം. നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോവാം. ഇനി വഴക്കൊന്നും വേണ്ട കേട്ടോ ഈ വീട്ടില്. ओ यार सही में यार बेचारा इतना खुश होता था यार। लास्ट टाइम में इसने उसको थप्पड़ मारा उसको पानी में नहीं निकाला। और उसका जिगर का टुकड़ा ही था यार। वो अपने बेटे से कितना वो करता था। എല്ലാരും എന്ത് മഴയത്ത് നിർത്തിയേക്കാ പെൻഷൻ ഈ മഴക്കെന്താ നമ്മളോട് ഇത്ര വെറുപ്പം മോനെ പ്രവീൺ यार പെൻഷൻ പെൻഷൻ എന്നെ കൂടെ കൂട്ടാൻ വന്നേക്കണേ അന്നത്തെ പോലെ यार वो अपनी बच्चा बता भी था ना अपने शायद उसको। पक्का फंसा होगा। अब एक बहुत अलग होने वाला है। अभी मूवी बहुत अलग बदलने वाली है। അവന്റെ കാര്യം നോക്കിയും കണ്ടും ചെയ്യണമെന്ന് പറഞ്ഞല്ലടാ. സാറേ ഇയാടുന്ന് ആ ബൈക്ക് ഞാനങ്ങ് എടുത്ത് മാറ്റിയാലോ? നമ്മളെ പുണ്യാളന്റെ പാമ്പ് ഒഴുങ്ങൂലടാ. और वो जा रहा है वहां पे। यार इसको सब पता है इसको सब पता है। എന്താ പുറത്താരോ വന്ന് നിൽക്കുന്നു നിന്നെ കാണാൻ. ആര്? ആ താരടെ ഈ രാത്രിയിലൊക്കെ നിന്നെ वो आया തിരക്കുന്നത്? वेंस इस समय में। ओ उसको सब पता है। എന്താ ബെൻസ ഈ സമയത്ത് മഴയത്ത്? സാറേലും എന്നോട് സത്യം പറ. സാറന്മാരൊക്കെ കൂടെ അതേ കൊന്ന് എനിക്കൊന്നും അറിയില്ല. നിന്നെ വിളിച്ച സാറന്മാരോട് ചോദിച്ചാൽ മതി. സത്യം പറയടാ. നീയൊക്കെ കൂടെ ആരെയൊക്കെ കൊന്ന്?
താൻ ആവശ്യം പറയല്ലേ, താന്റെ വീട്ടിൽ നിന്ന് പോയേ. വേഗം പോകാൻ अब നോക്ക് एक നിങ്ങൾ. बाप जब जागता है पर इसने कुछ नहीं बोला उसको, नहीं, मुझे लग रहा है लास्ट में तो क्या बता ओ भाई ये लेबल अलर्ट तो दिया हुआ था ये। ओ भाई साहब बैंक्स फ्लड वही है, नीचे नहीं रुक सकता। ये वही है। A massive landslide has struck the Mullakkayam-Purakkayam region at early morning today, leaving many dead and several gone missing. Rescue operations are in full swing, led by the police, fire force and locals. പുലർച്ചെ 1 മണിയോടുകൂടി നടന്ന ദുരന്തത്തിൽ ഒട്ടനവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. अब शायद ये देखेंगे। जो हमने स्टार्टिंग में सीन देखा था, നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ചാക്കിൽ കെട്ടിയ നിലയിൽ അഴുകിയ ഒരു മനുഷ്യ ശരീരവും കൂടി ലഭിച്ചു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 18നും 23നും ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് ഇതെന്നും ഏകദേശം 4 ദിവസത്തോളം പഴക്കമുണ്ടെന്നുമുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. वो लाश वहाँ थी तो उसका बच्चा कहाँ है? ये क्या ट्विस्ट आ गया। उसको तो नहीं मारा जो गाड़ी ठीक कर रहा था। देखना कैसे സാറേ, നിങ്ങളല്ല പറഞ്ഞത് അവിടെ കൊണ്ടേ കുഴിച്ചിട്ടാ പൊന്തൂലെന്നൊക്കെ? കയ്യും കാലും വിറച്ചിട്ട് പാടില്ല സാറേ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിസ്സിംഗ് കേസുകൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന വരെ ഉള്ളൂ നമുക്ക് സമയം. ഒന്ന് പോകേണ്ടി വരും. ഒന്നാലോ എങ്ങോട്ട്? സുമിയും പിള്ളേരൊക്കെ ഇവിടെ നാട്ടിലാ? നന്നായി. ഈ സുധീഷൊക്കെ ആരുടെ കാലിലടാ ഇങ്ങനെ അത് मारेगा उसको। വിളിച്ചിട്ട് കിട്ടുന്നില്ല. 20 से 28 बोल रहे क्या? तो यार उसके भी हो सकते हैं उसके। ഹരീഷെ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ട് നീ എന്താടാ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് പഴക്കമുണ്ട് സാറേ, പണിയാണ്. हो सकता है उसका बेटा। സാറേ, മണിയൻ വന്നായിരുന്നു, ഞാൻ അകത്തോട്ട് കയറ്റിയില്ല. എപ്പോഴാണ് പറഞ്ഞത്? മൃതദേഹം കിട്ടിയ ചാക്കിൽ നിന്നും ലഭിച്ച യൂണിഫോമിന്റെ അവശിഷ്ടങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി സുധീഷിന്റെ വീട്ടിൽ ആരാണ്ട് വന്ന് അവനെ ഇറക്കി കൊണ്ടുപോയെന്നാണ് അവന്റെ അച്ഛൻ പറയുന്നത്. സുധീഷിന്റെ അച്ഛൻ പറഞ്ഞത് പ്രകാരം അത് ബെൻസാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ബെൻസിന് സുധീഷിന് എന്തേ പെണ്ണാ കാട്ടോ പോണോ? അവര് തമ്മിൽ എന്തൊരു ഇൻവോൾവ് ചെയ്യാ? ഫോൺ സ്വിച്ച് ചെയ്ത് ഇവരെ അവിടെ പോയിരിക്കുക. ഈ മകൻ മിസ്സിംഗ് ആണെന്ന് ഇവർക്ക് അറിയില്ലേ? ആ അത് അവയാഴം വെള്ളുന്നില്ല ചെറുക്കന. അവന്റെ തള്ളയും പെങ്ങളും വിചാരിച്ചേക്കുന്നത് അവൻ ഹോസ്റ്റലിലാവുക. പിന്നെ അവൻ കിളവല്ലേ വർഷാപടുന്ന. അയാളും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് സാറെ, വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ.
ഇതും ആട്ടിക്കൊണ്ടിരിക്കാണ്ട്. എനിക്ക് കുറച്ച് സമയം കൂടെ താമനി. ഇനി സമയം വണ്ടിപ്പുര സ്റ്റേഷനിൽ സാറേ സംഗതി കൺഫേമാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു സാറേ. നമ്മുടെ മിസ്സിംഗ് കേസിലേക്ക് തന്നെ അല്ലേ വണ്ടിപ്പുരയാണ്. എല്ലാം കഴിഞ്ഞ് സാറേ എന്താ കുഴപ്പമായ ഞാൻ മുങ്ങേ. മുങ്ങിയ പൊങ്കലിടാ നമ്മൾ എന്തെങ്കിലും നമ്മളോ ബെൻസ് എവിടെ ഏട്ടാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്താ സാറേ എന്താ കാര്യം? ബെൻസിന്റെ മോളെ? ഹലോ, അമ്മ എവിടെ മോളെ? ഞാൻ ജോർജ് സാർ, ഇവിടുത്തെ ഇൻസ്പെക്ടറാ. ഇവിടുത്തെ ബെൻസിന്റെ ഒരു പരിചയക്കാരനാണ്. ബെൻസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സാറേ. ഈ മഴയത്ത് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതായിരിക്കും. എത്ര നേരം മഴയത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കും. ചേട്ടാ എന്താ എടോ വായേട്ടാ അകത്ത് പോ ഇവിടെ വന്നേ ചോദിക്കട്ടോ. സാറേ ബെൻസിന്റെ ആണോ ഈ മില്ല്? അല്ല അത് ഇവിടത്തെ ലളിത മോളുടെയാ. പവിത്രം. എന്താ സാറേ? ചേട്ടാ ബെൻസും ഇവിടുത്തെ ചെക്കനും തമ്മിൽ എങ്ങനെയാ? എന്തേലും പ്രശ്നമുണ്ടോ? അയ്യോ എന്നാ സാറേ പ്രശ്നം? ഈ പുരക്കയത്തെ ഉരുൾപൊട്ടല്ലേ 2 ദിവസം പഴക്കമുള്ള ഒരു ബോഡി. ബോഡിയോ? ഇവിടുത്തെ കാണാതെ പോയ ചെറുക്കൻ്റെയാണെന്നാണ് പോലീസുകാർ പറയുന്നത്. അയ്യോ സാറേ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഈ വീട്ടിലെ ആരെങ്കിലും വന്ന് ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്യും. ബെൻസിനെ ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. കുറെ മറക്കാനുണ്ടല്ലോ അവന്. ആരാണ് തെറ്റ് ആരാണ് ശരിയെന്നൊന്നും നമ്മക്കറിയില്ല എന്റെ പൂന്നി ചേട്ടാ. എന്നാ ശരി. और जितनी बुराई करी जाए ना इस पुलिस वाले की कम है, मतलब इतना घटिया और इतना नीच बंदा मैंने अपनी ज़िंदगी में नहीं देखा है। मतलब उसने अपने बेटे का मरने का इल्ज़ाम उस पे बाप पे लगा दिया। मतलब कोई कितना बदतमीज़ हो सकता है, इतना गिरा हुआ इंसान है लिटरली। मतलब पर ये तो हम लोगों को पता लग गया कि वो ही मरा है, उसका बेटा ही मरेगा। और यार ये वैंस के खिलाफ क्या करेंगे यार, पूरा फैमिली तबाह कर दी है इन्होंने तो। और उसकी मतलब गलती भी क्या होगी? वही बहुत ही बुरा लग रहा है। बाकी देखिए अगले पार्ट में क्या होगा। तो गाइस यही था हमारा रिएक्शन। आप लोगों को कैसा लगा प्लीज़ कमेंट करके ज़रूर बताइएगा। अगर अच्छा लगे तो प्लीज़ इस पार्ट को लाइक करिए, शेयर करिए, कमेंट करिए। और अगर इस चैनल पर नहीं हो तो सब्सक्राइब करिए। बाय।